ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമുക്ക് നല്ല സിമ്പിൾ ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പി ഉണ്ടാക്കിയെടുക്കാം നോക്കിയാലോ. നമുക്ക് സ്നാക്ക് മാത്രമായിട്ടില്ല കേട്ടോ, രാവിലെയൊക്കെ പെട്ടെന്ന് കുട്ടികൾക്ക് കുഞ്ഞു മക്കളൊക്കെ ഉണ്ടാവില്ല, അവർക്കൊക്കെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു സിമ്പിളായിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടും ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്നൊരു റെസിപ്പി ആട്ടോ. അപ്പോൾ ട്രൈ ചെയ്തൊക്കെത്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമാക്കി ഞാൻ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. നമുക്ക് വീട്ടിലോട്ട് പോകാം. അപ്പം നമുക്ക് ആദ്യം തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ആവശ്യമായിട്ടുള്ളത് 3/4 കപ്പോളം തേങ്ങയാട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇതൊരു 3/4 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്, അതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ഒന്നിക്ക് വെള്ളം എടുക്കുക, ശർക്കര എടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ പഞ്ചസാര ആയാലും കുഴപ്പമില്ല കേട്ടോ. ഞാനിപ്പോൾ വെള്ളം എടുത്തിട്ടുണ്ട്, ഒരു പീസ് വെള്ളം കേട്ടോ, നല്ല വലിപ്പമുള്ള ഒരു പീസ് വെള്ളം, ഏകദേശം ഒരു 1/4 കപ്പോളം ഉണ്ട് കേട്ടോ. അതിലേക്ക് നമ്മളിപ്പോൾ ഒരു ഏലക്കായ ഒന്ന് ചെറുതായിട്ടൊന്ന് പൊടിച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ഒരു പിഞ്ച് സോൾട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ, ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ ഇനി നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് പായാട്ടോ, ഒരു നേന്ത്രപ്പായ, നല്ല വലിപ്പമുള്ളതായതുകൊണ്ട് തന്നെ ഞാൻ ഒന്നേ എടുത്തുള്ളൂ. ഇനി ചെറുതാണെങ്കിൽ 1.5 ഒക്കെ എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇതാ ഒരു നേന്ത്രപ്പായ എടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല പഴുത്ത പഴം തന്നെ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക, പച്ചപ്പഴം ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. നല്ല പഴുത്ത പഴമാണെങ്കിൽ മാത്രമേ നമുക്ക് ഈ റെസിപ്പി ഉണ്ടാക്കിയെടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ പഴം എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക. ഇനി നമ്മൾ ആ പഴത്തിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ഇതുപോലൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ആ ഒരു പഴം ഞാനിപ്പോൾ ഇതാ ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കൈ വെച്ചിട്ട് ഇതാ ഇതുപോലെ നന്നായിട്ട് മിക്സാക്കി എടുക്കുക. സ്പൂൺ വെച്ചിട്ടല്ല കേട്ടോ ചെയ്യേണ്ടത്, കൈ വെച്ച് തന്നെ ചെയ്യണം. എന്നാൽ മാത്രം നമ്മൾ ഈ ഒരു തേങ്ങയും വെല്ലവും ആ ഒരു പഴമൊക്കെ ആയിട്ട് നന്നായിട്ട് മിക്സാക്കിയിട്ട് എടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. ഇതാ ഇതുപോലെ നമ്മൾ നന്നായിട്ട് മിക്സാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മുന്തിരി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പം ബ്ലാക്ക് ഗ്രേപ്സ് ആട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഉണക്ക മുന്തിരി നിങ്ങളുടെ കയ്യിൽ ഇനിയിപ്പം ബ്രൗൺ ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ബ്ലാക്ക് ആണെങ്കിൽ ബ്ലാക്കും ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പം ബ്ലാക്ക് ചേർത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നട്ട്സ് വേണമെങ്കിൽ അതും ചേർക്കാം കേട്ടോ, അണ്ടിപ്പരിപ്പോ ബദാമോ എന്താണെന്ന് വെച്ചാൽ അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇത് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് അതൊരു സൈഡിലേക്ക് നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഇനി നമുക്കിതാ ഒരു പാത്രത്തിലേക്ക് ഒരു 3/4 കപ്പോളം ഗോതമ്പ് ഇട്ടെടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയെടുക്കാം. അപ്പോൾ അതിന് 1/2 കപ്പ് വെള്ളം ഒഴിക്കുന്നുണ്ട്, എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കിയെടുക്കുക. അപ്പോൾ ഈ ഒരു സമയത്തിന് നമ്മളിതിലേക്ക് ഒരു പിഞ്ച് സാൾട്ടും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് മിക്സ് ആക്കിയെടുക്കുക. എന്നിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഒരല്പം കൂടി വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഇതിൽ 1 ടേബിൾ സ്പൂണും കൂടി വെള്ളം ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ട് മിക്സാക്കി എടുക്കുക. അപ്പം നമ്മളിത് മിക്സാക്കി എടുക്കുമ്പം ഇതിൽ കട്ടയൊന്നും ഇല്ലാതെ കിട്ടണ്ട, ഒട്ടും കട്ട പാടില്ല. നന്നായിട്ട് ഇങ്ങനെ മിക്സാക്കി എടുക്കുക. ആദ്യം ഒന്ന് ചെറുതായിട്ടൊന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം വേണം നമ്മൾ വീണ്ടും നന്നായിട്ടൊന്ന് മിക്സാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളിതാ കട്ടയൊന്നുമില്ലാതെ നന്നായിട്ട് മിക്സാക്കി എടുത്ത് ആ ഒരു മാവിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഒരു പിഞ്ച് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുക കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി, നിർബന്ധമൊന്നുമില്ല. അപ്പോൾ നമ്മളിതാ ബേക്കിംഗ് സോഡയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മാവ് ഇവിടെ റെഡിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ലൂസും വേണ്ട, എന്നാൽ ഇതാ നന്നായിട്ട് ടൈറ്റും വേണ്ട കേട്ടോ. ഈ ഒരു പരുവത്തിലാണ് മാവ് റെഡിയാക്കിയിട്ട് എടുക്കേണ്ടത്. ഇനി അതവിടെ നമുക്ക് വെക്കാം. അതിനുശേഷം ഒരു ദോശക്കല്ല് എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് ചൂടായിട്ട് വന്നതിന് ശേഷം നമുക്ക് ഇതുപോലെ ദോശക്കല്ലിലേക്ക് ചെറിയ ചെറിയ ദോശകളാക്കിയിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് 3 ചെറിയ ദോശ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ പാനിൻ്റെ വലുപ്പം അനുസരിച്ചിട്ടാട്ടോ നിങ്ങളിത് ചെയ്യേണ്ടത്. അപ്പോൾ വലുപ്പമുള്ള പാനാണെങ്കിൽ നമുക്ക് ഒരു 5 6 ഒക്കെ ഉണ്ടാക്കിയെടുക്കാമല്ലോ. അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് ഇപ്പോൾ 3 ഒഴിച്ചെടുത്തിട്ടുള്ളൂ. അതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ആക്കി വെച്ചിട്ടുള്ള തേങ്ങയുടെയും ആ ഒരു പഴത്തിൻ്റെ വെള്ളത്തിൻ്റെ ഒക്കെ മിക്സ് ഉണ്ടല്ലോ, അത് ഇതുപോലെ അങ്ങ് വെച്ച് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ, നിർബന്ധമൊന്നുമില്ല. ഒരു 1/4 ടീസ്പൂണോളം ഗീയും കൂടി ആക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ അതും കൂടി ആകുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകും, കുട്ടികൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടുകയും ചെയ്യും. അപ്പോൾ നമ്മൾ ഈ ഒരു സമയത്ത് തന്നെ ഇതിലേക്ക് ഗീ ആക്കി കൊടുക്കുന്നുണ്ട്. ഗീയും കൂടി ചേർക്കുന്നില്ല, നല്ലൊരു സ്മെല്ലൊക്കെ വരും കേട്ടോ. ഈ ഒരു സമയത്ത് നന്നായിട്ട് നല്ലൊരു സ്മെല്ലൊക്കെ വരും. അപ്പം ഗീയും കൂടി ചേർത്തിട്ട് നമുക്ക് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഒരു 10-20 സെക്കൻഡ് ലോ ഫ്ലെയിമിലൊന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇത് ആ ഒരു സമയം കൊണ്ട് നന്നായിട്ടത് കുക്കായിട്ട് വന്നിട്ടുണ്ടാവും കേട്ടോ. ഇതാ ഇപ്പോൾ ഒരു 20 സെക്കൻഡോളം കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കിയിട്ട് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ തിരിച്ചിട്ടിട്ട് ഒരുപാട് സമയം വെക്കേണ്ടിയില്ല, അതൊന്ന് തിരിച്ചിടുക. എന്നിട്ട് നമ്മൾ മറ്റുള്ളതും കൂടി ഒന്ന് തിരിച്ചിട്ടിട്ട് പിന്നെ വരുന്ന ആ ഒരു സമയം തന്നെ അതങ്ങ് എടുത്ത് മാറ്റി കൊടുത്താൽ മതി കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് അങ്ങ് കരിഞ്ഞ് പോകും, കാരണം വെള്ളമൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ കരിഞ്ഞ് പോകും. ഇതാകെ അങ്ങ് ലൂസായി പോയിട്ട് നമുക്കിത് എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ ഒന്ന് ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് വേഗം നമ്മൾ ആദ്യം തിരിച്ചിട്ടത് അങ്ങ് എടുത്തിട്ട് വേറൊരു പാത്രത്തിലേക്ക് അങ്ങ് മാറ്റി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഇതാ നമ്മൾ അടിപൊളിയായിട്ടുള്ള റെസിപ്പി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് കാണുന്നതിലും നല്ല ടേസ്റ്റ് ആട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. ഒരുപാട് സമയം എടുക്കും, അത് നമുക്ക്
പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന റെസിപ്പിയും കൂടിയല്ലേ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടും. നമുക്ക് ലഞ്ച് ബോക്സിലേക്ക് കുട്ടികൾക്ക് ഇടയ്ക്കൊരു വെറൈറ്റി ഒക്കെ ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു റെസിപ്പിയും കൂടി കേട്ടോ ഇത്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാത്തതുണ്ടെങ്കിൽ ഉറപ്പായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റി ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പി അല്ലേ. അപ്പോൾ ട്രൈ ചെയ്തിട്ട് ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുതേ. അപ്പം നമുക്ക് മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബൈ, താങ്ക് യു.